പതിവിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ ഒരു ചടങ്ങ് നടക്കുന്നു. പക്ഷേ പതിവ് പോലെ കേരളത്തിലെ മാധ്യമലോകം അറിഞ്ഞതായി ഭാവിക്കുന്നുമില്ല. ഒരുപക്ഷെ ഈ ചടങ്ങ് എങ്ങനെയെങ്കിലും ശ്രദ്ധിക്കപ്പെടാതെ പോകണം എന്ന ഉദ്ദേശത്തോടെ നൽകപ്പെട്ട വാർത്തകളാണ് ഓൺലൈൻ മാധ്യമങ്ങളിൽ കൂടുതൽ ആടിത്തിമിർത്തുന്നത്. ഇത്തരമൊരു ചടങ്ങിൻ്റെ പിന്നിൽ പല ഗൂഢലക്ഷ്യങ്ങളുമുണ്ടെന്ന് വരുത്തി തീർക്കാനായിരുന്നു പലർക്കും ആവേശം. കേരളത്തെ ഉത്തരേന്ത്യയാക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു ആരോപണം. പ്രബുദ്ധരായ മലയാളി അങ്ങനെ പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതപ്പെടേണ്ട കാര്യമുള്ളൂ. അതിലെല്ലാം വേട്ടക്കാരൻ്റെ പരിവേഷം സനാതനധർമ്മത്തിന് ചാർത്തിക്കൊടുക്കുകയുമാണ് പതിവ്. അതിന് ഉപോത്ബലകമായി മനുസ്മൃതി എന്ന സംഹിതയെ തികഞ്ഞെടുത്ത് അവതരിപ്പിക്കുകയും അതിൽ നിഗൂഢമായി ആഹ്ലാദിക്കുകയും ചെയ്യും. പക്ഷെ ഈ ധർമ്മത്തിൽ ആരെയെങ്കിലും അവഹേളിക്കണമെന്നോ ഉന്മൂലനാശനം ചെയ്യണമെന്നോ ആഹ്വാനം ചെയ്യുന്നതായി എനിക്കറിയില്ല. പക്ഷെ ഇതിനെ അവഹേളിച്ചാൽ, തരം താഴ്ത്തി സംസാരിച്ചാൽ തൻ്റെ സ്ഥാനം ഉയർത്തപ്പെടുമെന്ന് പലരും കരുതുന്നു. സനാതന സംസ്കാരത്തെ പിന്തുടരുന്ന ഒരു കൂട്ടം വിശ്വാസികളുടെ സഹിഷ്ണുതയും ക്ഷമയുമാണ് മറ്റുള്ളവർക്ക് ഭർസിക്കുവാനുള്ള ധൈര്യം പകർന്നു കൊടുക്കുന്നത് എന്ന കാര്യം മനഃപൂർവ്വം മറച്ചു പിടിക്കുന്നു. ഹൈന്ദവ പുരാണങ്ങളുടെ അടിവേരുകൾ തെരഞ്ഞു പോയാൽ അതിൽ ഭൂരിഭാഗവും ചിതറിക്കിടക്കുന്നത് വടക്കേ ഇന്ത്യയിലാണ് എന്ന് തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ അതൊന്നും ഉത്ഗ്രഥനം ചെയ്യപ്പെടാതെ ചരിത്രത്തിൻ്റെ അടിത്തട്ടിൽ തന്നെ അവശേഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. സനാതനധർമ്മം അനാവശ്യമായി അവഹേളിക്കപ്പെടും എന്നതുകൊണ്ട് തന്നെ അവിടെ നിലനിൽക്കുന്ന ആചാരങ്ങളും ചരിത്രശകലങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അത്തരം ആചാര വിശ്വാസാനുഷ്ഠാനങ്ങളെ കാലത്തിനനുസരിച്ച് പരിഷ്കരിച്ച് അവതരിപ്പിക്കുന്നത് വ്യക്തിപരമായ കാര്യം തന്നെയാണ്. അതിനോട് യോജിക്കാം, യോജിക്കാതെയും ഇരിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യവും ആ വിശ്വാസം നൽകുന്നുണ്ട്. പക്ഷേ അതിനെ അവഹേളിക്കുന്നതും തമസ്കരിക്കുന്നതും മാന്യമായ ശൈലിയാണോ എന്നതും സ്വയം വിലയിരുത്തട്ടെ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൻ്റെ സാംസ്കാരിക പ്രതീകമായ ഭാരതപ്പുഴയുടെ തീരത്ത് സംഘടിപ്പിച്ച മാഘ മഹോത്സവം പ്രതിരോധമായ എല്ലാ അടിയൊഴുക്കുകളെയും തരണം ചെയ്ത് ഇളാതീരത്തെ ഭക്തിസാന്ദ്രമാക്കി എന്ന് തന്നെ പറയാം. ഈ തീരത്ത് ഉയർന്നു കേട്ടത് കൊലവിളികളായിരുന്നില്ല, മറിച്ച് ജീവൻ നിലനിർത്തുന്നതിനാവശ്യമായ ജലം നൽകുന്ന അമ്മയോടുള്ള പ്രാർത്ഥനാ മന്ത്രങ്ങളായിരുന്നു. വെളിച്ചം പകർന്നത് ഭീകരത പടർത്തുന്ന തീപ്പന്തങ്ങളുമായിരുന്നില്ല, മറിച്ച് അന്ധകാരത്തെ തുടച്ചു മാറ്റാൻ കഴിവുള്ള നെയ്വിളക്കിൻ്റെ പ്രഭാപൂരമായിരുന്നു. മുങ്ങിക്കുളിച്ച് കയറിയത് ചോരപ്പുഴയിലുമായിരുന്നില്ല, മറിച്ച് അനേകം ആത്മാക്കൾക്ക് പാപമുക്തിയേകിയെന്ന് വിശ്വസിക്കുന്ന നിളയുടെ അടിത്തട്ടിനോട് ചേർന്നൊഴുകുന്ന പുണ്യതീർത്ഥത്തിലുമായിരുന്നു. ഇവിടെ നടന്ന കർമ്മങ്ങളിൽ മതത്തിൻ്റെ നിറം തേടിയെത്തുന്നവർക്ക് അത് കണ്ടെത്താൻ കഴിഞ്ഞേക്കും. പക്ഷെ അത് ഒരു മതത്തിൻ്റെ നിറത്തെയും നിഷ്പ്രഭമാക്കാനുമായിരുന്നില്ല. പ്രകൃതിയുടെ ഊർജ സ്രോതസ്സുകളായ ശക്തികളെ എന്നും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന സനാതനധർമ്മത്തിൻ്റെ കാഹളം മാത്രമായിരുന്നു എന്ന് തിരിച്ചറിയുന്നിടത്താണ് നിളാസംഗമം വ്യത്യസ്തവും സ്വാർത്ഥകവുമാകുന്നത്. അത് മനസ്സിലാക്കാൻ മനഃപൂർവ്വം മടി കാണിച്ചു നിന്ന മുഖ്യധാരാ മാധ്യമങ്ങളോടും സ്വയം സമുദായ നേതാക്കന്മാരെന്ന് ഊറ്റം കൊള്ളുന്നവരോടും സഹതാപം മാത്രം. പീഡന വാർത്തകളുടെ പരമ്പര തയ്യാറാക്കാൻ തിരക്ക് കൂടുന്ന മാധ്യമപ്രവർത്തകർക്ക് ഇതിൻ്റെ പവിത്രതയും മഹത്വവും മനസ്സിലാകണമെങ്കിൽ പിന്നിൽ നിന്ന് ചരട് വലിക്കുന്ന ബുദ്ധികേന്ദ്രങ്ങൾക്ക് ഇനിയും പക്വത ആർജിക്കേണ്ടി വരും. നിള എന്ന സാംസ്കാരിക പെരുമയുടെ മകുടത്തിൽ ഒരു പൊൻതൂവൽ കൂടി ചേർത്ത് വെച്ച 19 ദിനങ്ങൾ. നിള ധന്യമാകുന്നു നിമിഷങ്ങൾ. ഇവിടെ ഭാഗ്യം വള്ളുവനാടൻ ഗ്രാമത്തിനുള്ളതാണ്.